ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതല്ലെങ്കിൽ അങ്ങനെ വരൂ. ആദ്യത്തെ കുഞ്ഞിനോടെ അമ്മമാർക്കേ ഒരല്പം വാത്സല്യം കൂടുതലേ വരൂ. രാഘവേട്ട, ഇതൊരല്പം വാത്സല്യൊന്നല്ല, ഇതൊരല്പം കൂടുതലാ. മൂത്ത മരുമോളെ പൊക്കി കാണിക്കാൻ വേണ്ടി സത്യമ്മ മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്നതാ ഇതൊക്കെ. ഒരു കാര്യം ഉറപ്പാ ശാരദാമ്മേ, അങ്ങനെ ഒരാൾ നമുക്കിപ്പോ ഉണ്ട്. ഇക്കാര്യത്തില് നമ്മളെക്കാൾ രഹസ്യം അയാൾക്കറിയാം. ഇന്ന് വേലായുധന്റെ മകളുടെ കല്യാണമായിരുന്നു. ആ, കൂട്ടുകാരനല്ലേ, പഴയ ബന്ധം പോകാതിരിക്കാൻ തോന്നിയില്ല. വിളിച്ചിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല. ഗംഭീര കല്യാണം, 2 തരം പായസം. പാചകം നമ്മുടെ ഗോപിയേട്ടനായിരുന്നു, അപ്പൊ മോശം വരില്ലല്ലോ. അല്ല, മോനെ പോന്നു? ഞാൻ കുറച്ചു നേരമായി. ആ, ശാരദാമ്മേ, കുറച്ച് കറി വേണം. ആ ദേ വരുന്നു. ആ, ശാരദാമ്മ എനിക്കൂടെ ആ കുറച്ച്. തരാം. അല്ല, ഷാരിക എവിടെ പോയി? ദേ ഇപ്പൊ വരാന്ന് പറഞ്ഞ കൊണ്ട് പോയതാ. ശാരദാമ്മ ടെൻഷനില്ല. ആ ബോഡി എവിടെ പോയി എന്ന ചിന്തയിൽ ഉറക്കലേ നടക്കുക. ഞാൻ രാത്രി അവിടെ പോയത് അത് മാറ്റാൻ തന്നെയാ, പക്ഷെ അതവിടെ ഇല്ല. ആരാണത് അവിടെ നിന്നെടുത്ത് മാറ്റിയതെന്ന് അറിയില്ല. ശാലിനിയുടെ അച്ഛനാണോ അതെടുത്ത് മാറ്റിയത്? ഈ വിവരം നമ്മൾ 1-2 പേർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. നിനക്കെന്താ വിഷ്ണു, വല്ല ഭ്രാന്തും ഉണ്ടോ? ഞാൻ അല്ലാതെ തന്നെ പല കുഴപ്പത്തിൽ നിൽക്കുക. അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് എടുത്ത് ചാടൂ? എടി, നിനക്ക് അകത്ത് പണിയൊന്നുമില്ല ശാരി? ചുമ്മാ ഇങ്ങനെ വന്ന് നിൽക്കാതെ ആ കാശെങ്കിലും വാങ്ങി പെട്ടിയിലോട്ടിട്ടെ. ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട ചെവിയും വട്ടം പിടിച്ച് വന്ന് നിന്നോളൂ. അകത്ത് കയറി പോയേ. ആ, ഒരു ചായ വേണേ. ഗോപാലേട്ട, വേലായുധം വല്ലതും പറഞ്ഞോ അതിനെപ്പറ്റി? അവിടെ കല്യാണത്തിന്റെ തിരക്കല്ലായിരുന്നോ? അതിനിടയിൽ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയോ? ഇവർക്ക് 3 പേർക്കും അറിയാവുന്ന ആ രഹസ്യം 4മതൊരാൾ അറിയാൻ പാടില്ലെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അപ്പോ ഇതെന്തോ വലിയ രഹസ്യം തന്നെയാ. 3 പേരെ അകപ്പെടുത്തുന്ന രഹസ്യം. ഒരു ബിരിയാണിയുടെ മണമടിക്കുന്നല്ലോ ഭാമേ. ഇത് നിങ്ങൾക്കാർക്കും വേണ്ടി ഉണ്ടാക്കുന്നതല്ല. പിന്നെ നിനക്ക് മാത്രം കഴിക്കാനാന്നോ? ഇപ്പൊ അങ്ങനെ കാര്യം ഇവിടുത്തെ സിസ്റ്റം. അതും കൊള്ളാം. അവരവർക്ക് വേണ്ടി ഉണ്ടാക്കി കഴിക്കണോ? ഓ, എനിക്കാണെങ്കിൽ നല്ല ചായ തിളപ്പിച്ച് ശീലം പോലും ഇല്ല. എന്റെ രാഘവേട്ട, അതൊന്നുമല്ല. ഞാൻ എന്റെ മരുമകൾക്ക് ഒരല്പം ബിരിയാണി ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പോവാ. ആർക്ക്? ശാലിനിക്കോ? പിന്നെ കൊണ്ടുപോയി കൊടുക്കാന്ന് പറയുമ്പോ ശാലിനിക്കല്ലാതെ പിന്നെ ആർക്കാ? ഒപ്പം കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്കും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനും മരുമകളാ. എനിക്കിന്നവരെ സത്യമ്മ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. നീയും മരുമോള് തന്നെയാ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
പക്ഷെ നീ വീട്ടിൽ നിൽക്കുന്നവളല്ലേ, എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കി തരാലോ. അതുപോലല്ലല്ലോ ജോലിക്ക് പോകുന്നവര്. അവർക്കല്പം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോ അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ളതായി ഈ ഒരുക്കങ്ങള്. അതല്ലെങ്കിൽ അങ്ങനെ വരൂ. ആദ്യത്തെ കുഞ്ഞിനോടെ അമ്മമാർക്കേ ഒരല്പം വാത്സല്യം കൂടുതലേ വരൂ. രാഘവേട്ട, ഇതൊരല്പം വാത്സല്യൊന്നല്ല, ഇതൊരല്പം കൂടുതലാ. മൂത്ത മരുമോളെ പൊക്കി കാണിക്കാൻ വേണ്ടി സത്യമ്മ മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്നതാ ഇതൊക്കെ. എനിക്ക് ജോലിയൊന്നുമില്ല, എന്റെ ഭർത്താവിനും ജോലിയില്ല. അപ്പൊ വല്ലവരുടെ ആശ്രയത്തിൽ കഴിയുമ്പോ ഇതും ഇതിലപ്പുറവും കേൾക്കേണ്ടി വരും. വല്ലവരുടെ ആശ്രയത്തിലോ? നീ എന്തൊക്കെയാ ശമി പറഞ്ഞു കൂട്ടുന്നേ? ഞാൻ പറയുന്നതാണോ സത്യമ്മേ? സത്യമ്മ തന്നെയല്ലേ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നേ? മതി മതി മതി, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ തർക്കിക്കാൻ പോയാലേ ഇത് ഒരിടത്ത് എത്തത്തില്ല. നീ ഇപ്പൊ എന്തിനാ എടുത്തേ? ശാലിനി കൊടുക്കാല്ലേ? എന്നാൽ ഒട്ടും വൈകണ്ട, ഇതും കൊണ്ട് കളക്ടറേറ്റിൽ വിട്ടോ. നീ പോകുന്നില്ലേ? ഒരാൾക്കൊരു സാധനം ഉണ്ടാക്കിട്ട് പോണെന്ന് വിചാരിച്ചാ പിന്നെ അതിന് അമാന്തൊന്നും ഉണ്ടായിക്കൂടാ. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നടത്തിയിരിക്കണം. അതല്ല രാഘവേട്ട, ബിരിയാണി ഉണ്ടാക്കിയപ്പോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ എങ്ങനെയാ ഇതിന്ന് ശ്യാമിക്ക് കൊടുക്കുന്നത്? സത്യമേ, ഞാൻ ബിരിയാണി കാണാതെ കിടക്കൊന്നും അല്ലല്ലോ. എനിക്കിതിന്ന് വേണ്ടേ താനും. ഇവിടെ ഇങ്ങനെ ഒരു വെപ്പ് ഒരുക്കം കണ്ടപ്പോ ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ബിരിയാണി തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചൊന്നുമല്ല. ഞാനിത് വേറെ ആർക്കും അല്ല ശ്യാമെ കൊടുക്കുന്നത്, നിന്റെ കൂടെപ്പിറപ്പിനാ. നിന്റെ അമ്മയുടെ അതേ വയറ്റി പറഞ്ഞ നിന്റെ സ്വന്തം കൂടെപ്പിറപ്പിന്. കുറച്ചൊക്കെ ആകാം, പക്ഷെ ഇത് കുറച്ച് കൂടുതലാ കേട്ടോ. എന്താണെന്ന് ഞാൻ തെളിച്ചു പറയണ്ടല്ലോ. ഒരുപാട് സമയമുള്ളതല്ലേ, ഊഹിച്ചെടുത്താ മതി. രാഘവട്ടെ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. അച്ഛാ, കണ്ടില്ലേ സത്യമ്മ പറഞ്ഞിട്ട് പോയത്? എനിക്ക് അസൂയും കുശുമ്പും കൂടുതലാണെന്നല്ലേ പറഞ്ഞിട്ട് പോയത്? അങ്ങനെ ഭാമ പറഞ്ഞോ? ഞാൻ കേട്ടില്ലല്ലോ. ഊഹിച്ചെടുക്കാനല്ല പറഞ്ഞുള്ളൂ. അത് അസൂയം കുശുമ്പോണെന്ന് പറഞ്ഞ ആരാ? ഇതെല്ലാം പറഞ്ഞ നീ എന്നാ, എന്നിട്ട് സ്വയം നിന്നങ്ങ് തുള്ളുവാ. കഷ്ടം. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് മറ്റുള്ളവർക്ക് സമാധാനം തരത്തില്ല. ചുമ്മാതെ. ഇങ്ങനെ വല്ലവരും കൊണ്ടുവരുന്നതും കഴിച്ച് ഈ മൊബൈൽ നോക്കി ഇരുന്നാ മതിയല്ലോ. മറ്റുള്ളവര് കുറ്റപ്പെടുത്തുന്നതും പറയുന്നൊന്നും കേൾക്കണ്ടല്ലോ. എന്താ എന്താ ഇപ്പൊ ഉണ്ടായേ? നമുക്ക് രണ്ടുപേർക്കും ജോലി ഇല്ലാത്തത് ഇവിടെ ഒരു പ്രശ്നമാണ്. ഒന്നുകിൽ എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് താമസം മാറണം. ഇത് രണ്ടും എന്തായാലും പെട്ടെന്ന് നടക്കത്തില്ല.